ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് PSC എങ്ങനെയാണ് റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കുന്നത് എന്നുള്ള ഒരു ഡെമോയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ റാങ്ക് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എങ്ങനെയാണ് നമ്മൾ ആ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് 20 വേക്കൻസിക്ക് വേണ്ടിയിട്ട് PSC എങ്ങനെയാണ് റൊട്ടേഷൻ തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിനും അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിനും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ആ വ്യത്യാസം വരുന്ന സമയത്ത് ഞാനത് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സീരിയൽ നമ്പർ 1 മുതൽ 20 വരെയുള്ള സീരിയൽ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ സീരിയൽ നമ്പറിൽ ഏതൊക്കെ റാങ്കിലുള്ള ആൾക്കാരെയാണ് അവിടെ പ്ലേസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കോളം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത് OC ആണോ അല്ലെങ്കിൽ അത് BC ആണോ, ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണോ എന്നുള്ള ഒരു ടേബിൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യമേ OCയും അതുപോലെ തന്നെ ഒന്നാമത്തെ റാങ്ക് സീരിയൽ നമ്പറിൽ ആരാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സീരിയൽ നമ്പറിൽ നമ്മൾ DA ലിസ്റ്റിൽ നിന്ന് ഒന്നാമത്തെ ആളെയാണ് എടുക്കുന്നത്. അതായത് ആ മെയിൻ ലിസ്റ്റിൽ DA ഉണ്ടെങ്കിൽ DAയിൽ ലോ വിഷൻ എന്ന് പറയുന്ന അവർക്കാണ് ഒന്നാമത്തെ റൊട്ടേഷൻ പോകുന്നത്. അപ്പോൾ പോലീസിനോ അങ്ങനെ ഉള്ള പോസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ കോമ്പറ്റീഷൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ CPOയുടെ വരുമ്പോഴത്തേന് ഒന്നാമത്തെ റാങ്ക് വരുന്നത്, ഒന്നാമത്തെ സീരിയൽ നമ്പർ വരുന്നത് OCയിലെ ഒന്നാമത്തെ ആൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ പൊതുവേ നമ്മൾ പറയുമ്പോൾ DA ലിസ്റ്റിനോട് ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സീരിയൽ നമ്പറിൽ പോകുന്നത് DA, അതായത് മെയിൻ ലിസ്റ്റിൽ DA ലോ വിഷൻ ഉണ്ടെങ്കിൽ അവരെ ആയിരിക്കും ആദ്യം വരുന്നത്. അതല്ലെങ്കിൽ കാസ്റ്റ് വൈസ് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇടുന്ന സമയത്ത് ഏതെങ്കിലും കാസ്റ്റിൽ LV ലോ വിഷൻ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്നാമത് ആ സീരിയൽ നമ്പർ ഒന്നാമത് കൊണ്ടുവരും. അതിനകത്തും ഇല്ലെന്നുണ്ടെങ്കിൽ DA ലിസ്റ്റ്, സ്പെഷ്യലായിട്ടുള്ള DA ലിസ്റ്റ് ഇടുന്ന സമയത്ത് അതിൽ നിന്ന് LVയിലുള്ള ഒന്നാമത്തെ ആളെയാണ് സീരിയൽ നമ്പർ ഒന്നാമതായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്, അഡ്വൈസ് അയക്കുന്നത്. അവിടെ റിസർവേഷനാണ്. നമ്മൾ OC ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ സീരിയൽ നമ്പറിൽ വരുന്നത് റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത്തെ ആളാണ്. ഓക്കെ, അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത്തെ ആൾ ആരോ ആട്ടെ അയാൾ തന്നെ ആയിരിക്കും മൂന്നാമത്തെ സീരിയൽ നമ്പർ വരുന്നത്. റാങ്ക് ലിസ്റ്റ് ഒന്നാമത്തെ ആൾ ഈഴവ, ബില്ല, തീയ എന്ന് പറയുന്ന കാസ്റ്റിലുള്ള OCയിലാണ് അവർ പോയേക്കുന്നത്. അതുപോലെ തന്നെ അത് കാസ്റ്റ് EBT ആണ്. ഇനി അടുത്ത വരുന്നത് OC വരുന്നത് 5ാമത്തെ സീരിയൽ നമ്പറിൽ വരുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ രണ്ടാമത്തെ ആൾ വരും. ആ റാങ്ക് ലിസ്റ്റിൽ രണ്ടാമത് വരുന്നത് അത് ജനറലാണ്. ഒരു കാസ്റ്റിലും റിസർവേഷൻ ഇല്ല, EWS പോലും ഇല്ലാത്ത ജനറൽ കാൻഡിഡേറ്റ് ആണ് ആ റാങ്ക് ലിസ്റ്റിലുള്ളത്. 5ാമത്തെ സീരിയൽ നമ്പറിൽ റാങ്ക് ലിസ്റ്റ് 2 എന്ന് പറയുന്ന ആളാണ് വരുന്നത്. അത് ജനറലാണ്. അടുത്ത 7ാമത്തെ സീരിയൽ നമ്പറിൽ റാങ്ക് ലിസ്റ്റിൽ 3ാമത്തെ ആളാണ് വരുന്നത്. EBTയിലുള്ള ആളാണ് അവിടെ വന്നിരിക്കുന്നത്. 9ാമത്തത് EWS ആണ്. അത് നമ്മളവിടെ തൽക്കാലം അവിടെ വെച്ചേക്കുന്നു. അടുത്ത 11ാമത്തെയാണ് OC വരുന്നത്. 11ാമത്തെ OC സീരിയൽ നമ്പർ വരുന്നത് റാങ്ക് ലിസ്റ്റിൽ 4ാമത്തെ ആൾ, അത് EWS ആണ്. അത് ഓപ്പൺ കോമ്പറ്റീഷനിലാണ് പോയിരിക്കുന്നത്. അടുത്ത 13ാം സീരിയൽ നമ്പർ 13ാമത് വരുന്ന ആൾ റാങ്ക് ലിസ്റ്റിൽ 6ാമത് വരുന്നതാണ്. അത് റാങ്ക് ലിസ്റ്റിലുള്ള ആൾ ഓപ്പൺ കോമ്പറ്റീഷനിലാണ് പോകുന്നത്. അത് ജനറൽ കാൻഡിഡേറ്റ് തന്നെയാണ്. അടുത്ത വരുന്നത് 17ാമത്തെ സീരിയൽ നമ്പറിൽ വരുന്നത് റാങ്ക് ലിസ്റ്റിൽ 7ാമതുള്ള ആളാണ്. അത് ഓപ്പൺ കോമ്പറ്റീഷനിലാണ് പോകുന്നത്. അത് EWS ഉള്ള ആളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓപ്പൺ കോമ്പറ്റീഷനാണ് നമ്മളിവിടെ ഫില്ല് ചെയ്തേക്കുന്നത്. 3, 5, 7, 11, 13, 15, 17 ഓപ്പൺ കോമ്പറ്റീഷനുള്ള ആൾക്കാരെയാണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഓപ്പൺ കോമ്പറ്റീഷനുള്ള ആൾക്കാർ തന്നെ റിസർവേഷനുള്ള ആൾക്കാരും ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീരിയൽ നമ്പർ 3ാമത് വന്നിരിക്കുന്ന ആൾ റാങ്ക് ലിസ്റ്റിലെ 1ാമത്തെ ആളാണ്. അത് ഓപ്പൺ കോമ്പറ്റീഷനാണ് പോയിരിക്കുന്നത്. പക്ഷേ അയാൾ EBT ഉള്ള ആളാണ്. പിന്നെ അതുപോലെ തന്നെ സീരിയൽ നമ്പർ 5ാമത് വരുന്ന ആൾ റാങ്ക് ലിസ്റ്റിൽ 2ാമത്തെ ആളാണ്. അത് ജനറൽ കാൻഡിഡേറ്റ് ആണ്, റിസർവേഷൻ ഒന്നും തന്നെ ഇല്ല. പിന്നെ 7ാമത് വരുന്നയാൾ റാങ്ക് ലിസ്റ്റിൽ 3ാമത് കിടക്കുന്ന ആളാണ്. അത് ഓപ്പൺ കോമ്പറ്റീഷനാണ് പോയിരിക്കുന്നത്. പക്ഷേ അത് EBT ആണ്. അങ്ങനെയാണ് ഓരോന്നും വരുന്നത്. 11ാമത്തെ സീരിയൽ നമ്പറിൽ വരുന്നത് റാങ്ക് ലിസ്റ്റിൽ 4ാമതുള്ള ആളാണ്. പക്ഷേ അത് ഓപ്പൺ കോമ്പറ്റീഷനിൽ EWS ആണ്. പിന്നെ 13ാമത് ഓപ്പൺ കോമ്പറ്റീഷനാണ് വരുന്നത്. അത് റാങ്ക് ലിസ്റ്റിൽ 5ാമത്തെ ആളാണ്. പക്ഷേ അയാൾ OBCക്കാരനാണ്. പക്ഷേ അത് OBC ആണ് പോയിരിക്കുന്നത്. പിന്നെ വരുന്നത് 15ാമത്തെ സീരിയൽ നമ്പർ വരുന്ന ആൾ റാങ്ക് ലിസ്റ്റിൽ 6ാമത്തെ ആളാണ്. അത് ഓപ്പൺ കോമ്പറ്റീഷനാണ്, ജനറൽ കാൻഡിഡേറ്റ് ആണ്, റിസർവേഷൻ ഒന്നും തന്നെ ഇല്ല. പിന്നെ 17ാമത്തെ സീരിയൽ നമ്പർ 17ാമത് വരുന്ന ആൾ റാങ്ക് ലിസ്റ്റിൽ 7ാമത് വരുന്ന ആളാണ്. അത് ഓപ്പൺ കോമ്പറ്റീഷനിൽ പോയിട്ടുണ്ട്. അവിടെ EWS ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് EWS കൂടെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ EWS നമ്മളിവിടെ സീരിയൽ നമ്പർ 9ാമത് വരുന്നത് റാങ്ക് ലിസ്റ്റിൽ 13ാമത്തെ ആളാണ്. കാരണം നമ്മളിവിടെ EWS 7 വരെ എടുത്തിട്ടുണ്ട് ഓപ്പൺ കോമ്പറ്റീഷനിൽ. അത് കഴിഞ്ഞിട്ട് വരുന്ന EWS വരുന്നത് 13ാമത്തെ റാങ്കുകാരനാണ്. അങ്ങനെ അവിടെ നമ്മൾ സീരിയൽ നമ്പർ 9ാമതായിട്ട് 13ാമത്തെ ആളെ നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇനി അടുത്ത് വരുന്നത് 19ാമത് വരുന്നത് 13ാമത്തേന് ശേഷം റാങ്ക് ലിസ്റ്റ് വരുന്ന ആൾ 16ാമത്തെ റാങ്കുകാരനാണ്. അത് നമ്മൾ EWS ആയിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ EWS അവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോഴേ ഇവിടെ എത്ര EWS ഉണ്ട്? സീരിയൽ നമ്പർ 9ാമത്തെ EWS ആണ്, 11ാമത്തെ EWS ആണ്, 17ാമത്തെ EWS ആണ്, 19ാമത്തെ EWS ആണ്. പക്ഷേ 9ാമത്തെ സീരിയൽ നമ്പറിൽ പോയേക്കുന്ന ആൾ റാങ്ക് ലിസ്റ്റിൽ 13ാമത്തെ ആളാണ്. പക്ഷേ
11ാമത്തെ EWS പോയിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ 4ാമത്തെ ആളാണ്. 17ാമത്തെ EWS പോയിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ 7ാമത്തെ ആളാണ്. 19ാമത്തെ സീരിയൽ നമ്പറിൽ പോയിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ 16ാമത്തെ ആളാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഓർഡറിലല്ല വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നേരെ എന്ത് ചെയ്യും? ഈ റാങ്ക് ലിസ്റ്റിൽ 4ാമത് കിടക്കുന്ന ആളെ ഫസ്റ്റ് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നോക്കി, റാങ്ക് ലിസ്റ്റിൽ 4ാമത് കിടക്കുന്ന ആളെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരണം. 9ാമത്തെ സീരിയൽ നമ്പറിൽ നമ്മൾ 4ാമത്തെ ആളെ കൊണ്ടുവന്നു. 11ാമത്തെ സീരിയൽ നമ്പറിൽ വരുന്ന ആൾ 7ാമത് കൊണ്ടുവന്നു. 17ാമത്തെ സീരിയൽ നമ്പറിൽ കിടന്ന ആളെ 13ാമത് കൊണ്ടുവരുന്നു. 19ാമത്തെ സീരിയൽ നമ്പറിൽ വരുന്ന ആൾക്ക് വ്യത്യാസമില്ല, അത് 16 തന്നെയാണ് കടന്നിരുന്നത്. EWSനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തു. ബാക്കിയുള്ള 2, 4, 6, 8, 10 അങ്ങനെയുള്ള റിസർവേഷനുള്ള ആൾക്കാരെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. സീരിയൽ നമ്പർ 2ാമത് വരുന്നത് EWT, ഈഴവ ബില്ലവ തീയ അവർക്കാണ് റിസർവേഷൻ പോകുന്നത്. EBT നമ്മൾ ഓപ്പൺ കോമ്പറ്റീഷനിൽ എടുത്തതിന് ശേഷമുള്ള ഫസ്റ്റാണ് 9ാമത് റാങ്ക് ലിസ്റ്റിൽ 9ാമതുള്ള ആൾ. ഇനി 4ാമത്തെ റിസർവേഷൻ പോകുന്നത് SSCക്കാണ്. ആ റാങ്ക് ലിസ്റ്റിൽ 71ാമതാണ് SSC ഫസ്റ്റ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ റാങ്ക് 71ാമതുള്ള SSC നമ്മളവിടെ കൊണ്ടുവന്നു. 6ാമത് ഉള്ളത് മുസ്ലിമാണ്. മുസ്ലിം 40ാമത്തെ ആളാണ്. അപ്പോൾ നമ്മൾ 40ാമത്തെ റാങ്കുകാരനെ അവിടെ കൊണ്ടുവന്നു. അടുത്ത് വരുന്നത് 8ാമത് കിടക്കുന്നത് ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ ആണ്. അത് റാങ്ക് ലിസ്റ്റിൽ 66ാമതാണ് ഫസ്റ്റ് 1ാമത്തെ ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ കിടക്കുന്നത്. അത് നമ്മൾ 8ാമത്തെ സീരിയൽ നമ്പറിൽ കൊണ്ടുവന്നു. 10ാമത് കിടക്കുന്നത് OBC ആണ്. OBC ഓപ്പൺ കോമ്പറ്റീഷനിൽ ഒരു OBC പോയിട്ടുണ്ട്. അതായത് 13ാമത്തെ സീരിയൽ നമ്പർ കിടക്കുന്ന 5ാമത്തെ ആൾ. അപ്പോൾ ഇതിന് ശേഷം വരുന്ന OBC വരുന്നത് 57ാമതാണ്. അപ്പോൾ നമ്മൾ റാങ്കിൽ 10ാമത്തെ സീരിയൽ നമ്പറിൽ 57ാമത് ആളെ കൊണ്ടുവന്നു. ഇനി 12ാമത് കിടക്കുന്നത് SSC ആണ്. നമ്മൾ SSC ഇവിടെ നേരത്തെ എടുത്തത് 71ാമത്തെ ആളാണ്. അതിനുശേഷം വരുന്നത് 73ാമത്തെ ആളും SSC സമുദായത്തിലുള്ളതാണ്. അപ്പം 12ാമത്തെ സീരിയൽ നമ്പർ നമ്മൾ 73ാമത്തെ ആളെ കൊണ്ടുവന്നു. ഇനി 14ാമത്തെ കിടക്കുന്നത് EBT ആണ്. ആ 14ാമത്തെ സീരിയൽ നമ്പറിൽ കിടക്കുന്നത് നമ്മൾ ഓപ്പൺ കോമ്പറ്റീഷൻ എടുത്തതിന് ശേഷം വരുന്നത് ഫസ്റ്റ് വരുന്നത് 10ാമത്തെ റാങ്കുകാരനാണ്. ആ 10ാമത്തെ റാങ്കുകാരനെ നമ്മളിവിടെ കൊണ്ടുവന്നു. ഇനി 16ാമത് ഇവിടെ വരുന്നത് മുസ്ലിമാണ്. നമ്മൾ മുസ്ലിം 40ാമത്തെ ആൾ നമ്മൾ 6ാമത് കൊണ്ടുവന്നു. ഇനി 45ാമതാണ് അടുത്ത റാങ്ക് ലിസ്റ്റിൽ. ആ റാങ്ക് ലിസ്റ്റിൽ 45ാമത്തെ ആളാണ് മുസ്ലിം സമുദായത്തിലുള്ള ആൾ. അവിടെ നമ്മൾ 16ാമത്തെ സീരിയൽ നമ്പറിൽ 45ാമത്തെ ആളെ കൊണ്ടുവന്നു. ഇനി 18ാമത്തെ ടേൺ എന്ന് പറഞ്ഞാൽ EBT ആണ്. ആ 18ാമത്തെ ടേണിൽ നമ്മൾ EBT ലാസ്റ്റ് എടുത്തതിന് ശേഷമുള്ളത് 12ാമത്തെ റാങ്ക് ലിസ്റ്റിൽ 12ാമത്തെ ഉള്ള ആളാണ്. അവിടെ നമ്മൾ 12ാമത്തെ ആളെ നമ്മളവിടെ കൊണ്ടുവന്നു. ഇനി 20ാമത്തെ ഉള്ളത് വിശ്വകർമ്മക്കാണ്. വിശ്വകർമ്മ ഫസ്റ്റ് ഉള്ളത് 144ാമത്തെ റാങ്കിലുള്ള ആൾക്കാരാണ്. ഇതിനകത്തും വ്യത്യാസമുണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ 2ാമത്തെ സീരിയൽ നമ്പറിൽ വരുന്നത് റാങ്ക് ലിസ്റ്റ് 9ാമത്തെ ആളാണ്. പക്ഷേ അവിടെ 3ാമത്തെ ആളും EBT ആണ്. 9ഉം 1ഉം നമ്മൾ തിരിച്ച് മാറ്റി എഴുതണം. ആ മാറ്റി അറേഞ്ച് ചെയ്തതാണ് ഇത്. 2ാമതുള്ള EBT ആണ്. അത് റാങ്കിൽ 1ാമത് കൊണ്ടുവന്നു. 3ാമതുള്ളത് സീരിയൽ നമ്പർ 3ാമത് കൊണ്ടുവന്നു. അങ്ങനെ റീഅറേഞ്ച് ചെയ്തിരിക്കുന്നതാണത്. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്യാറുള്ളതും ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നമ്മൾ നേരത്തെ EWS റീഅറേഞ്ച് ചെയ്ത പോലെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് OBCക്ക് കൊണ്ട് വ്യത്യാസം. OBCക്ക് 10ാമത്തെ സീരിയൽ നമ്പറിൽ വരുന്നത് 57ാമത്തെ റാങ്കുകാരനാണ്. പക്ഷേ അടുത്തത് OBC ഉണ്ടോ 13ാമത് കിടക്കുന്ന ആൾ 5ാമത്തെ റാങ്ക് ലിസ്റ്റിൽ 5ാമതുള്ള ആളാണ്. അപ്പോൾ നമ്മൾ നേരെ ഇതിനെ തിരിച്ച് അപ്പുറത്ത് കൊണ്ടുവരണം. 10ാമത്തെ സീരിയൽ നമ്പറിൽ റാങ്ക് ലിസ്റ്റിൽ 5ാമത്തെ കിടക്കുന്ന ആളെ കൊണ്ടുവരണം. പിന്നെ 13ാമത്തെ സീരിയൽ നമ്പറിൽ റാങ്ക് ലിസ്റ്റിൽ 57ാമത്തെ ആളെ കൊണ്ടുപോകണം. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതണം. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. റെഡിയാക്കിയതിന് ശേഷം നമ്മൾ നോക്കണം എത്ര OC എത്ര പോയിട്ടുണ്ട്. OC ഇവിടെ 9 എണ്ണം പോയിട്ടുണ്ട്. പക്ഷേ BC ഇവിടെ 11 എണ്ണം പോയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. OC അതായത് ഈ EWS നമ്മൾ OC ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ 3, 5, 7, 9, 11, 13, 15, 17, 19 അങ്ങനെ 9 എണ്ണമാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ വന്നിരിക്കുന്നത്. പക്ഷേ BC ആണെങ്കിൽ നോക്കിയേ 2, 4, 6, 8, 10, 12, 14, 16, 18, 20 പിന്നെ ഒരു DA കാൻഡിഡേറ്റും അങ്ങനെ 11 എണ്ണം അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. കാരണം BCയും OCയും എല്ലാം 50:50 ആയിരിക്കണം. അതായത് പകുതി ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റിൽ വന്ന 2 എണ്ണം നമ്മൾ EWSന് എടുക്കാൻ പാടില്ല. അത് കാരണം അത് OC തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റിൽ വന്ന 18ാമത്തത് EBTയും അതുപോലെ തന്നെ 20ാമത്തെ വിശ്വകർമ്മ നമ്മൾ അവിടെ TPO ആയി മാറ്റി വെച്ചു. എന്ന് വെച്ചാൽ ടെമ്പററി പാസ്ഡ് ഓവറായിട്ട് നമ്മളവിടെ മാറ്റി വെച്ചു. അപ്പം നോക്കുമ്പോൾ OC 9, BC 9. കാരണം 9ന്റെ 2 എണ്ണം അതായത് BCയിലെ 2 എണ്ണം നമ്മൾ TPO ആയിട്ട് മാറ്റി വെച്ച് ടെമ്പററി പാസ്ഡ് ഓവറായിട്ട് മാറ്റി വെച്ചു. അപ്പോഴെന്തുമായി OC 9, BC 9മായി. അപ്പോൾ ഇങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിൽ ഓരോ കാൻഡിഡേറ്റും അഡ്വൈസ് അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അഡ്വൈസ് അയക്കുന്നതിന് ശേഷം ഇതിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. ഇത് ഫസ്റ്റിലേ അയക്കുന്ന ഒരു പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി LGS പോലെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ വരുന്ന ഒരു പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ മുമ്പിട്ട് ഇതുപോലുള്ള ഈ പോസ്റ്റ് തന്നെ എക്സാം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ടാണ് അടുത്ത റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ഇത് പുതിയ പോസ്റ്റാണെന്ന് നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഇത് MR നമ്പർ 1ലാണ്. അത് മെയിൻ റൊട്ടേഷൻ 1ൽ LB കയറി പോയി. മെയിൻ റൊട്ടേഷൻ 2ൽ EBT, മെയിൻ റൊട്ടേഷൻ 3ൽ
OC-യിൽ EBT അങ്ങനെയാണ്. അപ്പോൾ ഇത് MR 1 തീരുന്ന എപ്പോഴാണ്? ഈ 1 മുതൽ 100 വരെയുള്ള ആൾക്കാരെ എടുത്തതിന് ശേഷം, അതായത് MR 100 വന്ന് ആ റാങ്ക് ലിസ്റ്റിൽ MR 100 വന്നു കഴിഞ്ഞു, ആ 100നെ അവിടെ മാറ്റി വെച്ചു. പിന്നെ വരുന്നത് MR 2 വന്നിട്ട് 2-ൽ 1, MR 2-ൽ 2, MR 2-ൽ 3, അങ്ങനെ MR 2-ൽ 100 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ MR 3-ൽ 1, MR 3-ൽ 1, MR 3-ൽ 2, അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ MR 4-ൽ 1, അതായത് 100 കഴിയുമ്പോഴത്തേന് MR മെയിൻ റൊട്ടേഷൻ മാറി. മുമ്പ് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് ലാസ്റ്റിൽ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്. ഇപ്പോൾ MR 5-ൽ 55 ആയിരിക്കും അവിടെ നിൽക്കുന്നത്. നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ MR 5-ൽ 56 ആയിരിക്കും അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് അഡ്വൈസ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നത്. അതെല്ലാം ലാസ്റ്റ് ഗ്രേഡ് റൊട്ടേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഗ്രേഡ് ഇതിൻ്റെ റൊട്ടേഷൻ വരുമ്പോഴത്തേന് 18ാമത് വരുന്നത് D വരെയാണ്. അതേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, 2 EWS ഇതിനകത്ത് OC-യിലാണ് പോയിരിക്കുന്നത്. ബാക്കി 2 എണ്ണമാണ് ഇതിനകത്ത് EWS അതരുടെ ടേണിൽ തന്നെ പോയിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ 20 എണ്ണം വന്നപ്പോൾ മൊത്തത്തിൽ 4 എണ്ണമാണ് EWS-ന് പോയിരിക്കുന്നത്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 2 EWS-ൻ്റെ റൊട്ടേഷൻ വന്നപ്പോൾ 2 എണ്ണം EWS പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 4 എണ്ണമാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി താഴെ വരുന്ന ആൾക്കാർ ഇപ്പോൾ 4 EWS അവിടെ മാറി. അപ്പോൾ ഇതിന് താഴെ വരുന്ന ആൾക്കാർക്കും അപ്പോൾ അവർ OC-യിലായിരിക്കും കയറി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 21ാമത് വരുന്നത് ഓപ്പൺ കോമ്പറ്റീഷനാണ്. 21ാമത് വരുന്നത് ഒരു EWS ആണെന്നുണ്ടെങ്കിൽ ആ EWS അവിടെ ഓപ്പൺ കോമ്പറ്റീഷന് കയറിപ്പോയി. ഓരോ കാസ്റ്റിൻ്റെയും അങ്ങനെയാണ് വരുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ റിസർവേഷൻ ഉണ്ടോ എന്നൊന്നും നോക്കില്ല, അവരുടെ റാങ്കിൻ്റെ അനുസരിച്ചായിരിക്കും OC-യിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് റൊട്ടേഷനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.